ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ എനർജി എന്താണെന്ന്. അതായത് ഫെബ്രുവരി 17th 2026 കളക്റ്റീവ് എനർജി എന്താണ്. താങ്ക് യു. മേക്ക് ദിസ് വേൾഡ് എ പ്ലേസ് ഫോർ പീസ്. ഹാർട്ട് ചക്രയുടെ എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ, ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഹീലിങ്ങിലോട്ട് കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഫുൾഫിൽമെൻറ്റ്, അത് പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു സ്പിരിച്വൽ സപ്പോർട്ട്, ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ, പുതിയ ഊർജങ്ങളും സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇന്ന് ന്യൂ മൂണാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ശക്തി ഏറിയ ഒരു ടൈം പീരീഡാണ്. പ്രത്യേകിച്ചും സൂര്യഗ്രഹണം കൂടെയാണ്. അപ്പോൾ ന്യൂ മൂൺ, സോളാർ എക്ലിപ്സ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ പവർഫുള്ളായിട്ടുള്ള പുതിയ തുടക്കങ്ങൾ, പുതിയ എനർജീസ് കടന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അത് ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ്, ഒത്തിരി ഈശ്വരനോട് നന്ദി പറയാനായിട്ടുള്ള ആ ഒരു എനർജി പ്രദാനം ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി ഡിവൈൻ എനർജി, സ്പിരിച്വൽ എനർജി സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വർക്കാകുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പരിവർത്തനം കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ വേർഷൻ ആകാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെന്താണോ, നിങ്ങളുടെ ഊർജം എന്താണോ അത് മനസ്സിലാക്കി തരാനായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഊർജങ്ങൾ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ട് കരുതി വച്ചേക്കുന്ന പല ഊർജങ്ങളിലും ഒത്തിരി ഷിഫ്റ്റ്, മാറ്റങ്ങൾ ഇനി വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, സ്നേഹത്തിൻ്റെ ഊർജ്ജത്തിലിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രേരണയായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. പല രൂപത്തിലായിരിക്കാം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജി നിങ്ങളെ മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂ മൂൺ, സോളാർ എക്ലിപ്സ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഊർജങ്ങളാണ് കടന്നു വരുന്നതെന്ന് നോക്കാം. താങ്ക് യു. ന്യൂ മൂൺ എനർജി കളക്റ്റീവിൻ്റെ ലൈഫിൽ എന്ത് ന്യൂ ബിഗിനിങ് ആണ് കൊണ്ടുവരുന്നത്. താങ്ക് യു. റിലീസ് യുവർ ബ്ലോക്സ്, ബി ഹംബിൾ. ലിയോയുടെ എനർജി സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവുകൾ, ആ ഒരു ഏരിയയിൽ പുതിയ മാറ്റങ്ങൾ, പുതിയ ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെന്താണ്, നിങ്ങളുടെ ഊർജം എന്താണ്, നിങ്ങളെക്കുറിച്ച് കരുതി വച്ചേക്കുന്ന പല എനർജീസിലും ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലീസ് യുവർ ബ്ലോക്സ്. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ വ്യക്തിത്വം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ബ്ലോക്കിലിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മറനീക്കി ഒരു ട്രാൻസ്ഫോർമേഷൻ, ഹീലിങ്ങിൻ്റെ രൂപത്തിൽ എനർജീസ് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഫൈനലി നിങ്ങളുടെ വർത്ത്, മൂല്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂല്യം ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ ഒത്തിരി വർധനവ്, ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഹീലിംഗ് എനർജിക്ക് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു സമയം വന്നിട്ട്. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി തരാനായിട്ട് എനർജീസ് പ്രവർത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു ടൈമായിട്ടും കാണുന്നുണ്ട്. കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ന്യൂ എനർജീസ് കടന്നു വരുന്നതാണ്.
അപ്പോൾ റിലേഷൻഷിപ്പ് വ്യക്തിബന്ധങ്ങളും ഇവിടെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു ഹീലിംഗ് എനർജി, ഒരു മാറ്റം, ഒരു ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പരിവർത്തനം, മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും കണ്ടെത്താനായിട്ട് ഈ ഒരു ഊർജം, ഈ ഒരു ന്യൂ മൂൺ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണോ ഉള്ളതെന്ന് നോക്കാം. താങ്ക് യു. ഫസ്റ്റ്, ന്യൂ മൂൺ എനർജി നിങ്ങളുടെ ലൈഫിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം. താങ്ക് യു. ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി, ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി, സെവൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇവിടെ ഫാമിലി, കുടുംബം, അഗെയിൻ റിലേഷൻഷിപ്പ് വ്യക്തിബന്ധങ്ങളാണ് കാണുന്നത്. അവിടെ ഒരു മാറ്റം, ഒരു ഹീലിംഗ്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് മെയിനായിട്ട് ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസ്, നീതിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവിടെയും ഒത്തിരി എനർജീസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസ് പ്രവർത്തിക്കുന്നതാണ്. കുട്ടികളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഫാമിലിയിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് ഈ ഒരു എനർജി കൊണ്ടുവരുന്നതാണ്. അവിടെ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് അടിത്തറ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്, ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാവൽ എനർജിയും കാണുന്നുണ്ട്. യാത്രകളുടെ എനർജിയും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതാണ്. നീതി, ന്യായം, ജഡ്ജ്മെൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി വരുന്ന സമയങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ മെയിനായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ബ്ലെസ്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. കളക്റ്റീവിൻ്റെ ട്യൂസ്ഡേ ബ്ലെസ്സിങ്, ഹെർമിറ്റിൻ്റെ എനർജി, ഒത്തിരി സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള എനർജിയാണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നത്. ഒത്തിരി അറിവ്, ജ്ഞാനം, വിദ്യയുടെ എനർജി കാണുന്നുണ്ട്. ഉള്ളിലോട്ട് തിരിയാനായിട്ടുള്ള ഒരു പ്രേരണ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടാകാം, നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്. അഗെയിൻ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഊർജ്ജമാണ്. നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ദ ടവർ വന്നിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ളൊരു മാറ്റം, ഷിഫ്റ്റ്, ട്രാൻസ്ഫോർമേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ഉപകാരമല്ലാത്ത കാര്യങ്ങൾ, ബ്ലോക്കായിട്ടിരുന്ന പല കാര്യങ്ങളിലും ഒരു പരിവർത്തനം സംഭവിക്കുന്നതാണ്. ആ ഒരു അടിത്തറ അത് മാറുന്നതായിട്ട്, അവിടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, പുതിയൊരു അടിത്തറ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സർപ്രൈസിൻ്റെ എനർജി, പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അവേക്കനിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം. അതായത് പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു എനർജി ആയിരിക്കാം. അത് മുന്നോട്ട് നിങ്ങൾക്ക് ഒത്തിരി പുരോഗതി കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഊർജ്ജമാണ്, തിരിച്ചറിവുകളുടെ ഊർജ്ജമാണ് സ്ട്രോങ് ആയിട്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നത്. അഗെയിൻ ജഡ്ജ്മെൻറ്റ്, ജസ്റ്റിസിൻ്റെ എനർജി തന്നെയാണ്. നീതി, ന്യായത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ ട്രൂത്ത്, സത്യം. നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടായിട്ടുണ്ട്, നീതിയുടെ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മ നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് വ്യക്തിബന്ധങ്ങളിലും ഇവിടെ ബാലൻസ് കാണുന്നുണ്ട്. അവിടെ സത്യം പറയാനായിട്ട്, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ഊർജ്ജം കാണുന്നുണ്ട്. ലോ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വിജയിക്കാനായിട്ടുള്ള സ്ട്രോങ് എനർജി, കമ്മ്യൂണിക്കേഷൻ്റെ, ആശയവിനിമയത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ സമൂഹമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങളിൽ ഒരു ബാലൻസ് വരുന്നതാണ്, ഒരു ജസ്റ്റിസ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ ബാലൻസിൻ്റെ എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള മേഖലയിലും ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. പുതിയ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ റെഡിയാകുന്ന ഒരു പീരീഡായിട്ടും കാണുന്നുണ്ട് ഇനി മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ. കുറച്ചൊരു ബിസി ആയിട്ടിരിക്കുന്ന ഒരു ഫേസുമായിരിക്കാം. ഓക്കെ, ചാരിയറ്റ്, ഇത്
ആത്മവിശ്വാസം, ഡിറ്റർമിനേഷൻ്റെ ഊർജ്ജമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ എനർജീസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൽ ഒരു പീസ്, സമാധാനം, ബാലൻസിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രകൾ കാണുന്നുണ്ട്. ട്രാവൽ എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരി അഭിവൃദ്ധി, ലവ് റിലേഷൻഷിപ്പിൽ ഒത്തിരി പോസിറ്റീവ് എനർജി, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ബ്ലെസ്സിങ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. മദറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിലൊരു ഹീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനിൻ എനർജി, അതിലൊത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കങ്ങളുടെ ഊർജം കാണുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി അഗെയിൻ ആ ഒരു സ്പിരിച്വൽ എനർജിയാണ്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ടുവരാനായിട്ടുള്ള എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, വെബ് ബേസ്ഡ് ആയിട്ടുള്ള, ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എംപറർ വന്നിട്ട് ഇവിടെ അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ, സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഇതിൽ ഒത്തിരി പവർ, ഒത്തിരി അധികാരം, അപ്പോൾ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കണ്ടോ, ബാക്കിൽ വന്നിട്ട് അഗെയിൻ ബാലൻസ് ആണ് കാണുന്നത്. റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിൽ ഒത്തിരി ഹീലിംഗ് ആണ് കാണുന്നത്. ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട ഊർജ്ജം എന്താണെന്ന് നോക്കാം. കളക്റ്റീവ് വന്നിട്ട് ട്യൂസ്ഡേ ഫെബ്രുവരി 17, 2026 എനർജി. കെയർഫുൾ ആകേണ്ട എനർജി. Negative situations, call to be gentle with and trust yourself. Personal growth, you are in a period of transition. Stay grounded as you move through challenges. ഇവിടെ ഓവറോൾ പറയുന്നത് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യാനായിട്ട്, ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളിൽ കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരിക. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളോട് കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി, കാരുണ്യത്തോടു കൂടി പെരുമാറുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓവറോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ വ്യക്തിത്വം, അവിടെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒത്തിരി ചാൻസസ്, ഒത്തിരി ഹീലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങളോട് കൈകാര്യം ചെയ്യാനായിട്ടാണ് ഓവറോൾ പറയുന്നത്. പല ചാലഞ്ചസും പല പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതുമ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലും ചാലഞ്ചസിനെ കാണാനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട്. വേറെ എന്ത് കാര്യമാണ്? അഡാപ്റ്റ് ടു ദ കറൻറ്റ് സിറ്റുവേഷൻ. സാഹചര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാനായിട്ട് ശ്രമിക്കുക, അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ലുക്ക് ഫോർ ലെസൺസ് ഇൻ എവറി സിറ്റുവേഷൻ. ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ചാലഞ്ചസും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്, മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് പല ഊർജ്ജങ്ങളും വരുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ടും ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. ട്യൂസ്ഡേ ഫെബ്രുവരി 17, 2026 അഫർമേഷൻ എന്താണ്? എന്ത് ഊർജ്ജത്തിലാണ് ഇരിക്കേണ്ടത്? താങ്ക് യു. ടുഡേ ഐ ആം ക്യൂരിയസ്. Today I will open my mind and explore new possibilities and opportunities. ഒരു ക്യൂരിയസ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ടാണ് പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റ് മൈൻഡ് സെറ്റ്, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു തുറന്ന മനോഭാവം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബാക്കിൽ വന്നിട്ട് ടുഡേ ഐ ചൂസിൻ്റെ എനർജി. ടുഡേ ഐ വിൽ ഓൺലി സറൗണ്ട് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹു സപ്പോർട്ട് മീ. നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു എൻകറേജ്മെൻറ്റ്, ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഊർജ്ജങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വ്യക്തികളുടെ രൂപത്തിലായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചോയ്സസ്, തീരുമാനങ്ങളായിരിക്കാം. അവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുതരുന്ന, ഒരു സമാധാനം കൊണ്ടുതരുന്ന എനർജീസ് തിരഞ്ഞെടുക്കാനായിട്ടാണ് ഓവറോൾ ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ശക്തിയേറിയ സമയമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ സങ്കല്പങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, പുതിയ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ജേർണൽ ചെയ്യുന്നത്, എഴുതുന്നത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല രൂപത്തിൽ നമുക്ക് നമ്മളുടെ ഊർജ്ജം ക്ലെൻസ് ചെയ്യാനായിട്ട്, ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ വഴി, അല്ലെങ്കിൽ സോൾട്ട് ബാത്ത് ആയിരിക്കാം. ഏത് സ്പിരിച്വൽ രീതിയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതോടൊപ്പം തന്നെ ഓവറോൾ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ആ ഒരു ആ ഒരു വ്യക്തിത്വം, അത് നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഊർജ്ജങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ എനർജി തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിൽ പെട്ടെന്ന് ഷിഫ്റ്റ്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. നിങ്ങളോട് തന്നെയുള്ള റിലേഷൻഷിപ്പിലും ആയിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല ബാഗേജസും നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ഊർജ്ജങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് എനർജീസ് സഹായിക്കുന്നതാണ്. അതുവഴി ഒരു റീബർത്ത്, ഒരു ക്ലെൻസിങ് നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ സംഭവിക്കാനായിട്ട് ഒരു പ്രേരണ നൽകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഊർജ്ജം നിങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി, അതിർവരമ്പുകൾ നിങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് കളക്റ്റീവിൻ്റെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാ നന്മകളും നേരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.